ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് മീഡിയ. ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് മീഡിയ. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂവിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ അതിനകത്ത് വന്നിരുന്നു. അത് ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 21 വകുപ്പിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അത് പറഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മീഡിയയിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് സബ്സ്റ്റാൻഷ്യൽ എക്സ്പാൻഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ തന്നെ ആർട്ടിക്കിൾ 21ന്റെ പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രത്യേകത എന്താണ്? ഭരണഘടനയുടെ 21ാം വകുപ്പിൽ പറയുന്ന മനുഷ്യാവകാശങ്ങളുടെ ആശയതലം വിപുലീകരിക്കുക എന്നാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ആശയതലം വിപുലീകരിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ആർട്ടിക്കിൾ 21 അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ജുഡീഷ്യറി പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് mainly by innovative interpretation and application of the human rights provisions of the constitution. അതായത് ഭരണഘടനയിലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് വകുപ്പുകളെ ക്രിയാത്മകമായി വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക വഴി കോടതികൾ മനുഷ്യാവകാശങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ കോടതികൾക്ക് മനുഷ്യാവകാശ നിയമങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമായിരുന്നു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മളുടെ അവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിയിലേക്കോ സമീപിക്കാനുള്ള അധികാരം നമുക്ക് തരുന്ന ഒരു അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ജുഡീഷ്യറിക്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിക്കാനുള്ള, പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ട്? ജുഡീഷ്യറിക്കുണ്ട്. ജുഡീഷ്യറിക്ക് മാത്രമല്ല, നമ്മൾ അതുകൊണ്ടാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് മീഡിയ എന്ന് ഒരുമിച്ച് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മീഡിയയ്ക്കും പ്രധാനപ്പെട്ട പങ്ക് എന്തിലുണ്ട്? ഇതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ഹ്യൂമൻ റൈറ്റ്സിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. One of the most important features of the judiciary in modern time is the power of judicial review ആണ്. ജുഡീഷ്യൽ റിവ്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്നുള്ളത്. അതായത് ജുഡീഷ്യൽ റിവ്യൂ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയോ നമ്മളുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നിയമങ്ങൾക്കെതിരായി അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ വഴി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി ജുഡീഷ്യൽ റിവ്യൂയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമ്മൾ കൂടുതലായിട്ട് ജുഡീഷ്യൽ റിവ്യൂവിനകത്ത് അങ്ങനെ ഒരു പ്രയോഗം വരുന്നില്ലെങ്കിലും അടിസ്ഥാനപരമായി ജുഡീഷ്യൽ റിവ്യൂയുടെ മറ്റൊരു സവിശേഷത കൂടി അതാണ്. അപ്പൊ ഞാൻ ആർട്ടിക്കിൾ 21നെ കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ആർട്ടിക്കിൾ 21ന്റെ പ്രത്യേകത ഹ്യൂമൻ റൈറ്റ്സ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ വകുപ്പാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് നമ്മളുടെ ഈ മൗലിക ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അല്ലെ, നമ്മൾ നേരത്തെ അതിന് മുന്നിലുള്ള ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയിലേക്ക് പോകാനുള്ള അവകാശം കൂടി സൂചിപ്പിക്കുന്നതാണ് ഇത് ഇന്ത്യക്കകത്തുള്ള ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന അവകാശം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു അവകാശം കൂടിയാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് മീഡിയ എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് The Protection of Human Rights Act provides for constituting a National Human Rights Commission, State Human Rights Commission and Human Rights Court. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് The Protection of Human Rights Act provides for constituting a National Human Rights Commission.
ഇതിൽ പ്രധാനമായിട്ട് മറ്റൊരു രണ്ട് ഘടകം പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതിലൊരു കോടതി പോലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് എന്ത് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഇന്ത്യ രാജ്യത്ത് വരുന്നത്. ഇതിന്റെ ഒരു പൊതുഘടനയുണ്ട്. ഇതിലെ മെമ്പർമാരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഏതൊക്കെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലെ മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് അതിനകത്തുള്ളത്. ആദ്യത്തേത്, a chairperson who has been a chief justice of the Supreme Court. എന്താണ് ഇതിലൊരു ചെയർപേഴ്സൺ ഉണ്ടാവും. നിങ്ങളാ പ്രയോഗം ശ്രദ്ധിക്കണം. ചെയർപേഴ്സൺ എന്നുള്ള പ്രയോഗം, ചെയർമാനും ചെയർപേഴ്സണും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞ ചെയർപേഴ്സന്റെ പ്രത്യേകത അവിടെ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇല്ല. പകരം എന്താണ്, ജെൻഡർ ഇക്വാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ചെയർപേഴ്സൺ. കാരണം എന്താണ്, അവിടെ സ്ത്രീക്കും പുരുഷനും ആ പദവി അലങ്കരിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ചെയർമാന് അത് സാധിക്കില്ല. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഘടനയാണ് പറഞ്ഞത്. ദ ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ അതിന് ഘടന പ്രധാനമായിട്ട് 4 പോയിന്റാണ്. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, എ ചെയർപേഴ്സൺ ഹു ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ചെയർപേഴ്സൺ. അപ്പൊ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഇതിലെ ചെയർപേഴ്സൺ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ചെയർപേഴ്സൺ. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, വൺ മെമ്പർ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. അതായത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നതോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇതിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഒരംഗം. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത്, വൺ മെമ്പർ ഹു ഈസ് ഓർ ഹാസ് ബീൻ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. നേരത്തെ പറഞ്ഞത് ഹൈക്കോർട്ടാണ്, ഇപ്പൊ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയോ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും മറ്റൊരു അംഗമായിട്ട് ഇതിലുള്ളത്. അങ്ങനെ 3 പോയിന്റാണ്. 4ാമത്തെ പോയിന്റ് വരുന്നത്, 2 members to be appointed from amongst persons having knowledge of or practical experience in matters relating to human rights. അതായത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് വിവരമുള്ള ആളുകളായിരിക്കും മറ്റ് 2 അംഗങ്ങളായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 4 ഘടനയാണ് ഇതിനകത്ത് മെമ്പർമാർക്കുള്ള യോഗ്യതയായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ യോഗ്യതയായിട്ടുള്ളത്. ഒന്നെന്താണ്, ആദ്യത്തേത് പറഞ്ഞത്, എ ചെയർപേഴ്സൺ ഹു ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇതിലെ ചെയർപേഴ്സൺ എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്, വൺ മെമ്പർ ഹു ഈസ് ഓർ ഹാസ് ബീൻ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജായി പ്രവർത്തിച്ചിരുന്ന ആളോ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ഒരു മെമ്പർ. മറ്റൊരു മെമ്പർ എന്താണ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചിരുന്ന ആളോ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. മറ്റൊന്നെന്താണ്, 2 members to be appointed from amongst persons having knowledge of or practical experience in matters relating to human rights. അതായത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് അറിവുള്ള 2 ആളുകളെ ആയിരിക്കും മറ്റ് 2 മെമ്പർമാരായിട്ട് തീരുമാനിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി, ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ഷാൾ ബി ഡീംഡ് ടു ബി മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണും ഇവരൊക്കെ അടങ്ങിയ ഇവർ 2 പേരും എന്തിലെ അംഗങ്ങളായിരിക്കും, ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗങ്ങളായിരിക്കും. അവർ മാത്രമല്ല, മറ്റുള്ള ഒന്നുകൂടി എന്താ ഞാൻ പറഞ്ഞത്, അതായത് ദേശീയ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പറഞ്ഞു. അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമനിലെ ചെയർപേഴ്സണും ഏതിലെ അംഗമായിരിക്കും, ഇതിനെ അംഗമായിരിക്കുന്നവർ. അപ്പൊ 3 രീതിയിലെ അംഗങ്ങൾ ഇതിലുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, മൈനോറിറ്റി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർപേഴ്സൺ
ഏതിൽ അംഗമായിരിക്കും? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗമായിരിക്കും. അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണും ഏതിൽ അംഗമായിരിക്കും? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗമായിരിക്കും. അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ഇതിലെ ചെയർപേഴ്സണും ഏതിൽ അംഗമായിരിക്കും? ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗമായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ഒന്നും കൂടി ഉണ്ട്, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ദ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, ലീഡേഴ്സ് ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. അതായത് പ്രധാനമായിട്ടും the chairperson and the other members shall be appointed by the president. മനുഷ്യാവകാശ ദേശീയ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ചെയർപേഴ്സണെയും അതേപോലെ തന്നെ മറ്റു ചില അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന ആരായിരിക്കും? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. എന്നാൽ അതിന് ചില റെക്കമെൻഡേഷൻ ഉണ്ട്. ആരുടെയൊക്കെ റെക്കമെൻഡേഷൻ? ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ, ഇപ്പോൾ പാർലമെന്റിലെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറുടെ റെക്കമെൻഡേഷൻ ഉണ്ടാവും, പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടാവും. ഇതിന്റെ ഒക്കെ റെക്കമെൻഡേഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആരെ തെരഞ്ഞെടുക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അതേപോലെ തന്നെ അതിലെ ചില അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് മീഡിയ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആരംഭിച്ചതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പോസ്റ്റ് ചെയർപേഴ്സൺ എന്നുള്ള പോസ്റ്റാണ്.